ഹലോ മിക്സ് അങ്ങനെ രാജാവിനെയും പിള്ളേരെയും വീഴ്ത്താൻ രാജകുമാരനും സംഘത്തിനും കുറച്ചും കൂടി ഒന്ന് മൂക്കണം. ഇന്നലെ ഗുജറാത്തിനെ 5 വിക്കറ്റിന് തകർത്ത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അവരുടെ തുടർച്ചയായ 2ാം കിരീടമാണ് ഇന്നലെ അഹമ്മദാബാദിൽ സ്വന്തമാക്കിയത്. 17 വർഷമായിട്ട് ഒരു കപ്പ് പോലും ഇല്ല എന്ന് ടോളിവരൊക്കെ വായടപ്പിച്ച് തുടർച്ചയായ 2ാം കിരീടം സ്വന്തമാക്കി കിങ്ങും പിള്ളേരും. രാജാവ് തന്നെ മുന്നിൽ നിന്ന് ജയിച്ച മത്സരത്തിൽ ഇന്നലെ കണ്ടത് അദ്ദേഹത്തിന്റെ ഫാസ്റ്റസ്റ്റ് 50ആണ്. IPL 25 പന്തിലാണ് ഇന്നലെ വിരാട് കോഹ്ലി 6 സെഞ്ചുറി ജയിച്ചത്. അതുപോലെ 42 പന്തിൽ 75 റൺസ് എടുത്ത് ഇന്നലത്തെ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദ മാച്ച് അവൻ ചെയ്തു. അവസാനം ഒരു 6 അടിച്ചാണ് മത്സരം ഫിനിഷ് ചെയ്തത്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ ഇവിടെ സ്വപ്നം മാത്രം കണ്ടിരുന്ന കാഴ്ചകളാണ് ഇന്നലെ അഹമ്മദാബാദിൽ സാക്ഷിയത്. ഇന്നലെയും കഴിഞ്ഞ സീസണിൽ സാക്ഷിയത്. അതായത് RCB ഫൈനൽ കളിക്കുന്നു, കോഹ്ലി ഒരു നല്ല ഇന്നിങ്സ് കളിച്ച് അവസാനം 6 അടിച്ച് ഫിനിഷ് ചെയ്യുന്നു. ഇതൊക്കെ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു RCB ഫാൻ നല്ല സ്വപ്നം കണ്ടിരുന്ന കാഴ്ചകളാണ്. അത് ഇന്നലെ എത്ര മത്സരത്തോടെ, അതായത് കഴിഞ്ഞ സീസണിൽ അത് ശരിക്കും യാഥാർത്ഥ്യം. അങ്ങനെ ബാക്ക് ടു ബാക്ക് RCB ട്രോഫി അടിച്ചിരിക്കുകയാണ്. തോന്നുന്നു 2022 മറ്റാണ് RCBയുടെ ക്യാപ്റ്റൻ സ്ഥാനം വിരാട് കോഹ്ലി ഒഴിയുന്നത്. പിന്നീട് ഡു പ്ലെസിസ് വരുന്നു. അപ്പോൾ RCBക്ക് ഒരു കപ്പ് എന്നതിന് യാഥാർത്ഥ്യമാവില്ല എന്ന് ചിന്തിച്ചു. കാരണം വിരാട് കോഹ്ലിയാണ് RCB അത്രയെങ്കിലും എത്തിച്ചത്. പിന്നെ പതുക്കെ ക്യാപ്റ്റൻ സ്ഥാനം കഴിഞ്ഞ സ്ഥിതിക്ക് വിരാട് കോഹ്ലി ഇനി ടീമിൽ ഉണ്ടാവും, അല്ലെങ്കിൽ റിട്ടയർഡായി പോകും. അപ്പോൾ കപ്പ് എന്ന സ്വപ്നം ഇനി ഉണ്ടാവില്ല എന്ന് ചിന്തിച്ചെടുക്കുന്നതാണ്. രജത് പട്ടിദാർ തന്നെ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കുന്നു. 2025 ആദ്യത്തെ കിരീടം RCBക്ക് സ്വന്തമാക്കി എടുക്കുന്നു. കൂടെ ചങ്കായിട്ട് നമ്മുടെ വിരാട് കോഹ്ലി അദ്ദേഹത്തിൻ്റെ ഫോം ഒട്ടും പോയിട്ടില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. പിന്നീടും ഇപ്രാവശ്യം ഈ സീസണിൽ 4ാം സ്ഥാനത്താണ് ഓറഞ്ച് ക്യാപ്പ് റേസിൽ. സത്യം പറഞ്ഞാൽ ആവേശം ഒന്ന് തണുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്തതെന്ന് പറയാം. അതാണ് വീഡിയോ കുറച്ച് വൈകിയിടുന്നത്. ആ ഒരു ആവേശത്തിലൊന്നും ശരിക്കും നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു RCB ഫാൻ എന്നാൽ ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് ഈ 2 വർഷമായിട്ട്. അതായത് കഴിഞ്ഞ 2025 ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഒരു കീഴെടുത്തൊരു ഫീലിങ്സൊന്നും ശരിക്കും പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല. അത് ഫീലിങ്ങാണ്. അപ്പോൾ 2ാം കിരീടവും ഇപ്പോൾ സ്വന്തമായിരിക്കുകയാണ്. ഇനി 3ാം കിരീടവും നേടി ഹാട്രിക് കിരീടം എന്ന റെക്കോർഡുമായി കാത്തിരിക്കുകയാണ് RCB റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. അപ്പോൾ നമുക്ക് ഇന്നലത്തെ മത്സരത്തിലേക്ക് വരാൻ വെച്ചാൽ ടോസ് നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഗുജറാത്തിൻ്റെ ബാറ്റിങ്ങിനെ അയക്കുകയായിരുന്നു. അങ്ങനെ ടോസിൻ്റെ ഒരു ആനുകൂല്യം ബാംഗ്ലൂരിന് ഇന്നലെ കിട്ടിയെന്ന് പറയാം. കാരണം അഹമ്മദാബാദിലൊരു കണക്ക് അനുസരിച്ച് 2ാമത് ബാറ്റ് ചെയ്യുന്ന ടീമിനായിരിക്കും കൂടുതൽ അഡ്വാൻറ്റേജ്. അങ്ങനെ ബാറ്റിങ്ങിന് ഇറങ്ങിയ ഗുജറാത്തിനെ പവർ പ്ലേയിലെ ആദ്യ 3 ഓവറിൽ തന്നെ മത്സരം ഏകദേശം ഫിനിഷ് ചെയ്തു. അതായത് ഓപ്പണേഴ്സായ ശുഭ്മാൻ ഗില്ലിനെയും അതുപോലെ സായ് സുദർശനെയും ആദ്യ ഓവറുകളിൽ തന്നെ മടക്കി അയച്ച് ഹേസൽവുഡും ഭുവനേശ്വർ കുമാറും RCBക്ക് ഒരു ഗംഭീര തുടക്കം. ഞാൻ സൂചിപ്പിക്കുന്നു, ഗുജറാത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ശുഭ്മാൻ ഗിൽ, സായ് സുദർശൻ തുടങ്ങുന്ന ഓപ്പണിംഗ് ജോഡിയാണ്. അവർ നൽകുന്ന ഒരു തുടക്കമാണ് ഗുജറാത്തിനെ നല്ല മികച്ച സ്കോറിലേക്ക് എത്തിച്ചത്. അപ്പോൾ ആ ഒരു ഓപ്പണിങ് തന്നെ ആദ്യം തകർത്ത് കളഞ്ഞു RCB. ആ ഒരു ടാക്ടിക്സ് നന്നായി വിജയിക്കുകയായിരുന്നു. ഇന്നലെ ശുഭ്മാൻ ഗിൽ വെറും 10 റൺസ് മാത്രമേ നേടാനുള്ളൂ. അതുപോലെ സായ് സുദർശന് 12 റൺസ്. പിന്നീട് ഗുജറാത്ത് ബാറ്റർമാരെ ആരെയും RCB ബോളേഴ്സ് നിലയുറപ്പിക്കാൻ അനുവദിച്ചില്ല. ബട്ട്ലർ, നിഷാന്ത് സിന്ധു, അതുപോലെ തന്നെ വാഷിങ്ടൺ സുന്ദർ. ഇന്നലെ വാഷിങ്ടൺ സുന്ദർ മാത്രം കുറച്ചൊരു ഭേദപ്പെട്ട പഠനം കാഴ്ചവെച്ചുള്ളൂ. ഇന്നലെ 37 പന്തിൽ 5 4 ഉൾപ്പെടെ ഒരു 50 റൺസ് ഗുജറാത്തിന് വേണ്ടി നേടി. അതൊരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റിയുടെ ബലത്തിലാണ് വാഷിങ്ടൺ സുന്ദർ ഇന്നലെ ആ ഒരു സ്കോർ എടുത്തത്. അതായത് ഒരു ക്യാച്ച് പിടിച്ചെങ്കിലും അത് ജസ്റ്റ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വാഷിങ്ടൺ സുന്ദർ എന്തോ 4 റണ്ണിൽ നിൽക്കുമ്പോഴായിരുന്നു ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ആ ഒരു ഇതൊന്ന് പിടിച്ച് മുൻ RCB താരമായ വാഷിങ്ടൺ സുന്ദർ ഗുജറാത്തിനെ ഒരു ഭേദപ്പെട്ട ഒരു സ്കോറിലെത്തുകയായിരുന്നു. 155 റൺസിൽ ഇന്നലെ വാഷിങ്ടൺ സുന്ദറിൻ്റെ ആ ഒരു ഇന്നിങ്സ് കൊണ്ട് ഗുജറാത്ത് എത്തുകയായിരുന്നു. ഇന്നലത്തെ മത്സരം നോക്കിയാൽ ആകെ ഒരു 2 ഓവറിൽ മാത്രമേ ഗുജറാത്തിനെ ആശ്വസിക്കാനുണ്ടായുള്ളൂ. അതായത് RCB ബോളിങ്ങിൽ ജേക്കബ് ഡഫി എറിഞ്ഞ 14ാം ഓവറിൽ അർഷദ് ഖാൻ ഒരു 16 റൺസ് നേടി, 2 6 ഒരു 4 ഒക്കെ അടിച്ച്. അങ്ങനെ പിന്നെ RCBയുടെ ബാറ്റിംഗ് സമയത്ത് റാഷിദ് ഖാൻ്റെ 9ാം ഓവർ. ആ 9ാം ഓവറിലാണ് കൃണാൽ പാണ്ഡ്യയും അതുപോലെ തന്നെ ക്യാപ്റ്റൻ രജത് പട്ടിദാറിനെയും റാഷിദ് ഖാൻ പുറത്താക്കി ഗുജറാത്തിനെ വീണ്ടും മത്സരത്തിൽ തിരിച്ചുകൊണ്ടുവരും. ശരിക്കും പറഞ്ഞാൽ ഗുജറാത്തിൻ്റെ ഈ ഒരു സ്കോർ മറികടക്കാൻ RCBയുടെ ഓപ്പണേഴ്സ് നടത്തി ഒരു വെടിക്കിട്ട് ഓപ്പണിങ് തന്നെയായിരുന്നു. വെങ്കടേഷ് അയ്യരും വിരാട് കോഹ്ലിയും ചേർന്ന് പവർ പ്ലേയിൽ തന്നെ 70 റൺസാണ് ഇരുവരും കൂടി അടിച്ചെടുത്തത്. വെങ്കടേഷ് അയ്യർ ഓക്കെ അടിക്കാൻ വേണ്ടി മാത്രമൊക്കെയാണ് ഇമ്പാക്ട് പ്ലെയറായിട്ടാണ് വെങ്കടേഷ് അയ്യർ വന്നത്. പക്ഷേ മുഹമ്മദ് സിറാജ് പവർ പ്ലേയിൽ തന്നെ മടക്കി അയക്കുകയായിരുന്നു. എന്നാലും 16 പന്തിൽ 4 4 2 6 ഉൾപ്പെടെ 32 റൺസാണ് നല്ല വെങ്കടേഷ് അയ്യർ RCBക്ക് വേണ്ടി നേടിയത്. പക്ഷേ മറുവശത്ത് വിരാട് കോഹ്ലിയുടെ വകയും നല്ല തകർപ്പൻ ഇന്നിങ്സ് തന്നെയാണ് കണ്ടുവരുന്നത്. 25 ബോളിൽ
50 അടി, അതായത് IPL ഫാസ്റ്റസ്റ്റ് 50 ആണ് ഇന്നലെ വിരാട് കോഹ്ലി RCBക്ക് വേണ്ടി നേടിയത്. പിന്നീട് 1 ഡൗണായി വന്ന അദ്ദേഹത്തെ പിടിക്കലിന് 1 റൺസിന് മടക്കുകയായിരുന്നു കഗിസോ റബാഡ. എന്നാൽ 9ാം ഓവറിൽ റാഷിദ് ഖാൻ ക്യാപ്റ്റൻ രജത് പട്ടിദാറിനെ കൃണാൽ പാണ്ഡ്യയെ മടക്കിയോടുകൂടി RCB വീണ്ടും പ്രതിരോധത്തിലായി. എന്നാൽ മറുവശത്ത് ഉറച്ചു നിന്ന നമ്മുടെ വിരാട് കോഹ്ലി അതൊരു ഉറപ്പ് തന്നെയായിരുന്നു. കാരണം വിരാട് കോഹ്ലി ഒരു വശത്ത് ഉറച്ചു നിന്നാൽ RCBക്ക് പേടിക്കാനില്ലേ, പുള്ളി നിന്ന് കളി ജയിപ്പിച്ചിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ടിം ഡേവിഡിനെയും ജിതേഷ് ശർമ്മയും കൂട്ടുപിടിച്ച് വിരാട് കോഹ്ലി പതുക്കെ RCB അവരുടെ 2ാം കിരീടത്തിലേക്ക് എത്തുകയായിരുന്നു. വാട്ട് എ ഫിനിഷ്! ഒരു 6 അടിച്ചാണ് നല്ല ഫിനിഷ് ചെയ്തത്. അതായത് 2014 ധോണി വേൾഡ് കപ്പ് ഫൈനൽ ഫിനിഷ് ചെയ്ത പോലെ നല്ല വിരാട് കോഹ്ലി അഗെയിൻ ദാറ്റ് വേർഡ് ഹി ഫിനിഷസ് ഓഫ് ഇൻ സ്റ്റൈൽ. പിന്നെ ഈ IPL സീസണിൽ എടുത്ത് പറയേണ്ട മറ്റൊരു പേര് എന്ന് പറയുന്നത് വൈഭവ് സൂര്യവംശിയാണ്. വൈഭവ് സൂര്യവംശി ഈ സീസണിൽ ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കി ഏറ്റവും പ്രായം കുറഞ്ഞ താരം. 776 റൺസാണ് ഈ സീസണിൽ വൈഭവ് സൂര്യവംശി നേടിയത്. പർപ്പിൾ ക്യാപ്പ് സ്വന്തമാക്കിയത് കഗിസോ റബാഡയാണ്. 29 വിക്കറ്റുകളാണ് റബാഡ ഈ സീസൺ സ്വന്തമാക്കിയത്. പക്ഷേ ഒരു വിക്കറ്റിന് പിന്നീട് നമ്മുടെ RCBയുടെ ഭുവനേശ്വർ കുമാറുണ്ട്. 28 വിക്കറ്റാണ് ഭുവനേശ്വർ കുമാർ സ്വന്തമാക്കിയത്. ഫെയർ പ്ലേ അവാർഡ് പഞ്ചാബ് കിങ്സിനായിരുന്നു. അതുപോലെ മനീഷ് പാണ്ഡെയുടെ ബെസ്റ്റ് ക്യാച്ചാണ് ക്യാച്ച് ഓഫ് ദ സീസൺ. അത് 1.5 ക്യാച്ച് തന്നെയായിരുന്നു. ഒരു ക്യാച്ചിനെ പറ്റി പറയാതിരിക്കേണ്ടി. പിന്നെ മുഹമ്മദ് സിറാജാണ് ഏറ്റവും കൂടുതൽ ഡോട്ട് ബോൾസ്, അതായത് മരം വെച്ച് പിടിപ്പിക്കാൻ മുഹമ്മദ് സിറാജിൻ്റെ കുറേ സംഭവമാണ്. ഏറ്റവും കൂടുതൽ ഡോട്ട് ബോൾസ് 172 ഡോട്ട് ബോൾസാണ് മുഹമ്മദ് സിറാജ് ഈ സീസണിൽ എറിഞ്ഞത്. സായ് സുദർശൻ മോസ്റ്റ് നമ്പർ ഓഫ് ഫോറുകളുടെ രാജാവ് സായ് സുദർശൻ 75 ഫോറുകളാണ് ഈ സീസണിൽ എറിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു കിടിലൻ IPL തന്നെയായിരുന്നു ഈ ഒരു IPL സീസൺ. ഒരുപാട് 200 എബോവ് സ്കോറുകൾ കണ്ടത്, 200 എബോവ് ചേസുകൾ കണ്ടതാണ് ഒരു സീസൺ. അങ്ങനെ എന്തുകൊണ്ടും സംഭവമാണ്. അപ്പോൾ ഒരു IPL അടുത്ത സീസണായി കാത്തിരിക്കാം. അതുവരേക്കും